രമ്യ ടെൻഷൻ ആവാതെ. രമ്യ ഇപ്പൊ എവിടെയുണ്ട്? ഞാൻ രാജുവിന്റെ വീടിന്റെ പുറത്തുണ്ട്. രമ്യ ഒരു കാര്യം ചെയ്. അവള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പത്മാവതി മാഡം എന്നൊന്ന് വിളിച്ചു നോക്ക്. അപ്പൊ അവള് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയ രമ്യ ഉറപ്പിച്ചോ, അത് ഋതികയുടെ അമ്മ പത്മാവതി തന്നെയാ. അതിന് യാതൊരു സംശയവും ഇല്ല. ശരി മാഡം. എടാ, ഒന്ന് വേഗം പോടാ. എന്താ വേണോട്ടാ? മാഡം, വലിയൊരു കുഴപ്പം പറ്റി. എന്ത്? ആ തലതെറിച്ച പെണ്ണിലെ രമ്യ, ആ. അവള് മാഡത്തിന്റെ ഫോട്ടോ എടുത്ത് അംബിക മാഡത്തിന് അയച്ചു കൊടുത്തു. അതിനെ കുട്ടി സെൽഫി എടുക്കാൻ വന്നപ്പോ വേണോട്ട സമ്മതിച്ചില്ലല്ലോ. അവൾ അതിനു മുമ്പേ മാഡത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞു. അവിടെ കിച്ചണിൽ നിന്നപ്പോ ഞാൻ തടയാൻ ശ്രമിച്ച, പക്ഷെ നടന്നില്ല. അംബിക മാഡം ഏത് നിമിഷം ഇവിടെ എത്തും. അയ്യോ, ഇനിയിപ്പോ എന്തെയും വേണോട്ടാ? മാഡം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ആരോടും യാത്ര പറയാൻ നിൽക്കണ്ട. ശരി വേണോട്ടാ. പത്മാവതി മാഡം. രമ്യ ഒരു കാര്യം ചെയ്. അവള് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പത്മാവതി മാഡം എന്നൊന്ന് വിളിച്ചു നോക്ക്. അപ്പൊ അവള് തിരിഞ്ഞു നോക്കും. തിരിഞ്ഞു നോക്കിയ രമ്യ ഉറപ്പിച്ചോ, അത് ഋതികയുടെ അമ്മ പത്മാവതി തന്നെയാ. അതിന് യാതൊരു സംശയവും ഇല്ല. ഓ, അപ്പൊ പത്മാവതി മാഡം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ പേര് കേൾക്കുമ്പോ ഇങ്ങനെ ഷോക്ക് അടിച്ചതുപോലെ നിക്കില്ലല്ലോ. ഇത് മോളുടേതാണോ? അയ്യോ, ഇത് എന്റെ കൊലുസാണല്ലോ. താങ്ക് യു ആന്റി. ഇനി സൂക്ഷിക്കണം. എന്റെ പേര് മീര. മോളിപ്പോ ആരെയോ പത്മാവതി എന്ന് വിളിച്ചല്ലോ. അത് ഞാൻ അറിയാതെ പേര് മാറിപ്പോയതാ. സോറി ആന്റി. എന്റെ പേര് മീര. ഇനി മാറിപ്പോണ്ട. അതുപോലെ നടക്കുമ്പോ ശ്രദ്ധിക്കണം. അല്ലെങ്കിലേ പലതും നഷ്ടപ്പെടും. നഷ്ടപ്പെടുന്നതൊക്കെ എപ്പോഴും ഇതുപോലെ തിരിച്ചു കിട്ടണമെന്നില്ല. ഇനി ശ്രദ്ധിക്കാം ആന്റി. അല്ല, ഞാൻ പെട്ടെന്ന് വന്നപ്പോ. രമ്യെന്ന് തന്നെയല്ലേ മോളുടെ പേര്? അതെ. രമ്യേ, സ്മാർട്ട്നെസ് നല്ലതാ. പക്ഷേ ഓവർ സ്മാർട്ട്നെസ്സേ അത്ര നല്ലതല്ല. ഞാൻ പറഞ്ഞത് മോൾക്ക് മനസ്സിലായി കാണുമല്ലോ. വണ്ടി എടുക്ക.
അവര് പോയി. ദീപകെ, നീ പോയെന്ന് അന്വേഷിക്കേ. ശരി അമ്മേ. അല്ല, ഇവിടെ എന്താ നടക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്പിയ മാഡം? ഒരു മുന്നറിയിപ്പില്ലാതെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ദീപക് സാറിനെ മാഡം പറഞ്ഞു പറഞ്ഞത്? അത് ഞാൻ പോയിട്ട് വന്ന് കഴിയുമ്പോ രാജുവിന്റെ അച്ഛനും മനസ്സിലായിക്കോളും. അല്ല, എന്താ കാര്യമൊന്നും പറഞ്ഞിട്ട് പോ സാറ്. ദീപകെ, നീ സമയം കളയാതെ പോയേ. ശരി അമ്മേ. ദൈവമേ, ഈ ചെക്കനെങ്ങാനും മാഡത്തെ പിന്തുടർന്ന് കണ്ടുപിടിക്കൂ. രാജുവിന്റെ അച്ഛൻ വല്ലാതെ വിയർക്കുന്നല്ലോ. എന്തു പറ്റി? അത് ഈ ചൂടിന്റെ. അല്ലാതെ ടെൻഷനൊന്നും അല്ലല്ലോ. എന്തിനാ ടെൻഷൻ? അല്ല, മുഖവും ഭാവവും ഒക്കെ കണ്ടിട്ടേ ആരെയോ എവിടെ നിന്നോ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അംബിക മാഡം എന്തേ പറയണേ? മുൻകൂട്ടി അറിയിക്കാതെ ഞാനിവിടെ വന്നതുകൊണ്ടാണോ എന്നെ അകത്തേക്ക് ക്ഷണിക്കാത്തെ? അയ്യോ, ഞാനങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോ എനിക്കകത്തേക്ക് വരാലോ. അയ്യോ, അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാഡം അകത്തേക്കല്ലേ? രമ്യ വാ. ആ, അംബിക മാഡം, ദീപകെ പത്മാവതി മാഡത്തിനെ പിടിച്ചോണ്ട് വരുമോ? പിന്നെ അവൻ അവളെ തേടി കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവരും. എല്ലാവരുടെയും മുന്നിലിട്ട് എനിക്ക് പത്മാവതിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. പിന്നെ നീ ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തോണം. എന്നിട്ടേ പ്രതാപനെ കാണിക്കാനാ. എന്നിട്ട് പ്രതാപൻ പണ്ട് ഉപേക്ഷിച്ച് മറന്നു കളഞ്ഞ ആ പത്മാവതി എന്ന അവന്റെ ഭൂതകാലത്തെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആരാണെന്നും പത്മാവതിയുടെ ഉദ്ദേശം എന്താണെന്നും പ്രതാപനെ അറിയിക്കുന്നതോടെ രാജുവും ഋതികയും രാജുവിന്റെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരെയും എന്റെ അനിയൻ വെറുക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രാക്ക് ക്ലിയർ ആവും അല്ലേ അംബിക മാഡം? അതേ രമ്യ, നമ്മുടെ ട്രാക്ക് ക്ലിയർ ആവും. അതിന് ദൈവമായിട്ടാ പത്മാവതി ഇവിടെ എത്തിച്ചത്. നീ വാ. അംബിക മേഡോ? മാഡം ഇപ്പൊ ഒന്നു ഞാൻ വന്നിട്ട് കുറച്ചു നേരം ആയി പ്രിയേ. എന്താ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നേ? എന്തെങ്കിലും രഹസ്യമാണോ? ഏയ്, ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ കുറച്ച് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞതാ. നമസ്കാരം അംബിക മാഡം. ഇങ്ങനൊരു ശുഭകാര്യത്തിലേക്ക് അംബിക മാഡത്തിനും വരാൻ തോന്നിയല്ലോ, നന്ദിയുണ്ട്. ഋതുമോള് മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ദൈവം നടത്തി തന്നില്ല. പക്ഷെ മറ്റൊരു തരത്തെ അത് നടത്തി തന്നപ്പോ ദൈവത്തിന് വേണ്ടി നേർന്ന വഴിപാടായത്. അതെ, ഇപ്പോ ദൈവം ഋതികയുടെ കൂടെ ആണല്ലോ. അതുകൊണ്ടാണല്ലോ അവളുടെ പ്രശ്നങ്ങൾ തീരാനായിട്ട് ദൈവം തന്നെ പല വഴികൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ രാധമ്മയുടെ പ്രാർത്ഥനയുടെ ഫലവാ ഋതികയുടെ അനുഗ്രഹം അല്ലേ? അതിനെന്താ അംബിക മാഡം സംശയം? എന്നും അമ്മമാരുടെ പ്രാർത്ഥനയാ മക്കളുടെ ശക്തി. ആരൊക്കെ ഋതികമോള് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ച എന്റെ ഋതികമോൾക്ക് നല്ലതേ വരുത്തൂ. ഓ, അത് ശരി. ആ, അംബിക മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആവാം, എന്തെങ്കിലും എടുത്തോളൂ. ആ ജേട്ട പറഞ്ഞോ. ഇവിടെ പായസച്ചോറ് റെഡിയായി. ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ എത്രയൊക്കെ വിചാരിച്ചിട്ടും തോൽപ്പിച്ചിട്ടും അവളുടെ ആഗ്രഹങ്ങൾ നടക്കാനായി ദൈവം അവളെ സഹായിച്ചു എന്നല്ലേ രാധമ്മ പറയുന്നത്? അതെ. അപ്പോ രാജുവിന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നിവേദ്യം ക്ഷേത്രത്തിലെത്തിയാൽ ഋതികയ്ക്കും രാജുവിനും കൂടുതൽ ഐശ്വര്യം ഉണ്ടാവും. അവര് തമ്മിൽ കൂടുതൽ സ്നേഹവും പ്രണയവും ഉണ്ടാവും. ഈ നിവേദ്യം സ്വീകരിക്കുന്ന ദേവി നമുക്കെതിരെ തിരിച്ചടിച്ചു എന്നിരിക്കും. അത് ശരിയാ. പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ദൈവകാര്യങ്ങളല്ലേ. പ്രപഞ്ചവും ദൈവങ്ങളും ഒന്നും ഈ രാജുവിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കാൻ മാത്രം ഉള്ളതല്ലല്ലോ.
വർഷങ്ങളായുള്ള എന്റെ തപസാണ്. അതിനാണ് ഈ കുടുംബം തടസ്സം നിൽക്കുന്നത്. ഈ നിവേദ്യം ദേവി സ്വീകരിക്കരുത്. രാജുവും ഋതികയുമല്ല, ഋതികയും ദീപക്കുമാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഈ നിവേദ്യം അംബികയുടെ കാര്യനേട്ടത്തിനായി ദേവി സ്വീകരിക്കണം. ഇനിയത് വെറും പായസച്ചോറല്ല, ഋതികയുടെയും രാജുവിന്റെയും കൊലച്ചോറ. അമ്പിയ മേഡം, ദാ. മോളെ, പതുക്കെ കുടിച്ചാ മതി. പത്മാവതിയായിട്ടെ ദീപക്കിന് ഇവിടെ വരാനുള്ള സമയം കൊടുക്കണ്ടേ? അതെ, ഇവരിനി ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ ധൃതി വെച്ചാലോ? അല്ല, എന്താ പറയുന്നേ? ആ, അല്ല, രമ്യ പറയുമായിരുന്നേ പെട്ടെന്ന് കുടിക്ക്, നിങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പോവാനുള്ളതല്ലേന്ന്. ഏയ്, അതൊന്നും സാരയില്ല. നിങ്ങൾ ധൃതി വെക്കാതെ ജ്യൂസ് കുടിക്കേ. രാധമ്മേ, സമയായി, നമുക്ക് ഇറങ്ങണ്ടേ? അല്ല വേണുവേട്ടാ, ഇവര് ഈ ജ്യൂസ് ഒന്ന് കുടിച്ചോട്ടെ. ജേട്ടനെ വിളിച്ചേ, ഇറങ്ങാനായില്ലേന്ന് ചോദിച്ചു. ആ, ഇറങ്ങാം ഇറങ്ങാം. ശ്ശേ, ദീപക് എന്താ വരാത്തെ? ആ, അവൻ വന്നു എന്നാ തോന്നുന്നേ. രമ്യ, എങ്കിൽ നമുക്ക് ഇറങ്ങാം. ക്ഷേത്രത്തിലെത്താൻ ഇനിയും സമയം വൈകിക്കൊണ്ടിരിക്കുകയല്ലേ? ആ, ഇറങ്ങാം മാഡം. അതിനു മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രിയേ, ഋതികമോളെ രാജുവിനെ വിളിക്ക്. ആ സാറേ, ആ ശരി, ഞാൻ വിളിക്കാം സാറേ. ദേ, ക്ഷേത്രത്തിലേക്ക് ഇറങ്ങാൻ സമയമായി. ആ, എല്ലാരും റെഡിയായി നിൽക്കാം. രാജു, ആ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നിക്ക്. രാജു, ആ ആ, ഞാൻ വിളിക്കാം സാറേ. വന്നേ. ഓക്കെ, ആ ആ, ശരി. ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാ മക്കൾക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാവണേ. സമാധാനവും സന്തോഷവും ശാന്തിയും എന്നും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കണേ. ഞങ്ങളുടെ ഈ എളിയ പ്രസാദം സ്വീകരിച്ച് നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വിളങ്ങിയിടണേ ദേവി. മോളെ, ദാ. അമ്മേ, കാത്തോളണേ. എന്താടാ? എന്താ അംബിക മാഡം, മനസ്സിൽ വിചാരിച്ച എന്തോ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഏയ്, നീ എന്തിനാടാ പിന്നെ അവരുടെ പിന്നാലെ കാർ ചേസ് ചെയ്ത് പോയെ? ഒരു കാർ ചേസ് ചെയ്ത് പിടിക്കാനുള്ള കഴിവ് പോലും നിനക്കില്ലേ? അമ്മ, അങ്ങനെയല്ല. കുറച്ചു ദൂരം ഞാൻ പിന്തുടർന്നതാ. പക്ഷെ പിന്നെ അവര് ചില ഇടവഴികളെല്ലാം കയറി എന്നെ ചുറ്റിച്ചു കളഞ്ഞു. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി പോയി. രമ്യ, ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? ഞാൻ ഇറങ്ങാം. നടക്കടാ. അല്ലെങ്കിലും
ഈ ദീപകിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഛേ. വേണുട്ടാ, ഇതാ കോഫി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. വേണോട്ടം കുടിക്കും. പത്മാവതി മാഡം, അംബിക മാഡം ഓടിക്കൊതിച്ച് വീട്ടിലേക്ക് വന്നതും രമ്യയുടെ സംസാരവും ഞാൻ ആകപ്പാട് ടെൻഷൻ അടിച്ചു. അംബിക മാഡം എങ്ങാനും പത്മാവതി മാഡത്തെ അവിടെ എങ്ങും വെച്ച് കണ്ടിരുന്നെങ്കിൽ എന്തായന്? ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. രമ്യ, ആ കുട്ടി ഒരു വലിയ പ്രശ്നക്കാരിയാണ് അല്ലേ വേണോട്ടാ? അതെ, അവൾക്ക് രാജുവിനോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രണയ. കൃതിക മാഡവും രാജുവും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ മുതല് അവൾ അവരെ തമ്മിൽ പിരിക്കാൻ നടക്കുക. ഒരു വല്ലാത്ത സ്വഭാവക്കാരിയ. സത്യത്തില് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞാൽ മതിയല്ലോ, വളർത്തുദോഷം. അംബിക മാഡത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അംബിക മാഡവും മകനും കൂടി രാജുവിന്റെ ഹൃദയ മാഡത്തിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അംബിക മാഡം പത്മാവതി മാഡത്തോട് കാണിച്ച ക്രൂരതകളുടെ സത്യാവസ്ഥകളും എനിക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും ഞാൻ വർമ്മ സാറിനോട് പോയി പറയട്ടെ? അയ്യോ, അത് വേണ്ട. പ്രതാപേട്ടൻ അംബികേച്ചെ കാണുന്നത് സ്വന്തം അമ്മയുടെ സ്ഥാനത്താണെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പ്രതാപേട്ടനോട് എനിക്ക് പറയായിരുന്നു. പക്ഷേ ഞാൻ എല്ലാം മറച്ചതിന്റെ പിന്നിലും കാരണമില്ലേ? അത് ശരിയാണ്. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. പത്മാവതി മാഡം അധികം പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. കഴുകന്റെ കണ്ണ ആ ചെക്കൻ ദീപക്കിന്. ശരി. ശരി വേണോട്ടാ. ആ. വേണുവേട്ടൻ ഇത് എവിടെ പോയിരിക്കായിരുന്നു? ഞാനൊരാളെ കാണാൻ പോയതാ. ആരെയാ? നീ എന്തിനാ അന്വേഷിക്കണേ? അതിനെന്തിനാ ചൂടാവുന്നേ? ഇവിടെ നിന്ന ആളിനെ പെട്ടെന്ന് കാണാനില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, നീ അറിയേണ്ട കാര്യങ്ങളാണെങ്കിൽ നീ ചോദിക്കാതെ തന്നെ ഞാൻ അങ്ങോട്ട് പറയും. ആവശ്യമില്ലാത്ത കാര്യങ്ങള് ഇങ്ങോട്ട് ചോദിക്കാൻ പറ്റണ്ട. ഓ, ഞാനേ ചോദിച്ചതൊക്കെ അങ്ങ് തിരിച്ചെടുത്തു. അല്ല, കുടിക്കാൻ ചായയോ മറ്റോ വേണോ? യോ, ഇങ്ങനെ ചോദിച്ചത് കുറ്റാണോ? ചായ വേണ്ട, ഞാൻ അല്പം മുമ്പ് ഒരെണ്ണം കുടിച്ചതാ. ആ, കുടിക്കാനുള്ള ഗ്ലാസ് വെള്ളം എടുക്ക്. ഓ, വർമ്മ സാറിനോട് നേരിട്ടൊന്ന് സംസാരിക്കണം. ഇനി വൈകാൻ പാടില്ല. അംബിക മാഡത്തിന്റെ പഴയ ദുഷ്ടതകളൊക്കെ വർമ്മ സാർ അറിയണം. വർമ്മ സാറിന്റെ ദാമ്പത്യ ജീവിതം തകർത്തത് ആ അംബിക മാഡമാണെന്ന് വർമ്മ സാറിന് അറിയില്ല. അംബിക മാഡത്തിനെ വർമ്മ സാറ് അന്ധമായി വിശ്വസിച്ചു. അത് വർമ്മ സാറിനെ നാശത്തിലേക്ക് നയിക്കും. സത്യങ്ങൾ അറിഞ്ഞ സാറിന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരും. വർമ്മ സാറ് നല്ല മനുഷ്യനാ. ആ ദുഷ്ടസ്ത്രീയുടെ കയ്യിൽ നിന്ന് വർമ്മ സാറിനെ രക്ഷിക്കണം. ആ രാജു, എന്താ സാർ? വർമ്മ സാറ് ഡൽഹിയിൽ പോയിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത്? ആ, അതെ. വർമ്മ സാർ എന്നാ മടങ്ങി വരണത്? ആ, നാളെ മടങ്ങിയെത്തും. എന്താ സാർ? ഇല്ല, ഒന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. നീ എന്തിനാ എന്നെ നോക്കണേ? ഞാനിവിടെ വെറുതെ നിൽക്കുമല്ലേ. ആ, ഋതിക മാഡം എവിടെ? ആ, മുറിയിലുണ്ട്. ദാ വെള്ളം. വെള്ളം ചോദിച്ചിട്ട് കുറെ സമയമായില്ലോ. നീ എന്താ വെള്ളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണോ? ഹേ, ദാ, നിന്റെ അച്ഛന് എന്തു പറ്റി? എനിക്കെങ്ങനെ അറിയാം? അമ്മ എന്നെ ചോദിച്ചു നോക്ക്. നേരത്തെ ആരെയാ കാണാൻ പോയെന്ന് ചോദിച്ചതിനാ ചാടി കടിക്കാൻ വന്നത്. ബെസ്റ്റ്. ദാ,
രമ്യേ, എന്താ അമ്മേ, ഞാൻ പേടിച്ചു പോയല്ലോ. എന്താ കാര്യം? അമ്മ എന്തിനീ കിടന്ന് അലറുന്നേ? പതിയെ വിളിച്ചെന്താ? എനിക്ക് ചെവി കേൾക്കും. നീ പിന്നെയും ആ രാജുവിന്റെ വീട് നിരങ്ങാൻ പോയി തുടങ്ങിയല്ലേ? അമ്മക്ക് വേറെ പണിയില്ലേ? അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞേ? ഞാൻ അറിഞ്ഞു അവരുടെ വീട്ടിൽ എന്തോ പൂജ നടന്നു എല്ലാം. നീ അവരുടെ വീട്ടിലെ പൂജ നടന്നതിന്റെ തലേന്ന് ഇവിടുന്ന് ചിക്കൻ കറി ആയിട്ട് പോയത് അവിടേക്കല്ലേ? ആ അതെ. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അവര് പൂജ കഴിഞ്ഞ് പോകുന്നത് വരെ നീ അവരുടെ വീട്ടിലായിരുന്നില്ലേ? ആ അതെ. അതിനിപ്പോ അമ്മയ്ക്ക് എന്താ? നീ എന്തിനാടി അവിടേക്ക് കെട്ടി എഴുന്നള്ളി കൂടെ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? അത് അമ്മ അറിയേണ്ട കാര്യമല്ല. രമ്യേ, അമ്മ അറിയാത്തതായിട്ടെ ഒന്നും ഇവിടെ വേണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എന്റെ ഉദ്ദേശം അമ്മയ്ക്ക് അറിയാലോ. എന്ത്? ആ രാജുവിനെ തന്നെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചാണോ നീ ഇപ്പോഴും ജീവിക്കുന്നേ? അതെ.